കലാസ്നേഹികളെ, നാട്ടിലെ സദ്യ കഴിച്ച മടുത്ത ലാലേട്ടന് ഒരു മോഹം അങ്ങ് ഗൾഫിൽ പോയി ഒരു സദ്യ കഴിക്കണമെന്ന്. അങ്ങനെ ഏട്ടനും കൂട്ടരും അങ്ങ് ദോഹയിൽ പോയി സദ്യ കഴിച്ച കഥയാണിത്. ചോറ് തന്നെ അവന്മാര് കാശ് മുടക്കി ഒരു സിനിമ എടുത്തേക്കണ്. ഈ സിനിമ ആരംഭിക്കുന്നത് വിശാല പ്രവേശമായ നമ്മുടെ ഖത്തറിലെ ദോഹ കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ നായകനായ ഇന്ദ്രജിത്ത് കാർ ഓടിച്ചു പോവുകയാണ്. അല്ലടാ, ഇത് ഇന്ദ്രജിത്ത് രാവിലെ ഉറക്കെണീച്ച് കണ്ണാടിയും വെച്ച് കാർ കയറുന്നത് ഓടിച്ചങ്ങ് അഫ്ഗാനിസ്ഥാനിലോട്ടാ പോണത്. സിനിമയുടെ ഇന്റർവെല്ലിലോട്ടാണ് ഇന്ദ്രജിത്ത് കാർ ഓടിച്ചു പോണത്. ഓടി കാറിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്റർവെല്ലാകും. ലോഹയിലില്ലെന്നാ നല്ല ബിജിഎം. ഇനി ഇന്ദ്രജിത്ത് ആരാണെന്നോ? ഇന്ദ്രജിത്തിന് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നന്ദിയുണ്ട് കുഞ്ഞെ, ഒരുപാട് നന്ദിയുണ്ട്. കുഞ്ഞ ഈ മുതുക്കന എന്തിന്റെ കുഞ്ഞ്? ഇനി ഈ പടത്തിൽ നന്ദു ഉണ്ട്. നന്ദു ഒരു നായരാണ്. മൂക്കത്താണല്ലോ കുണ്ടി. വീടും പറമ്പും ഉമ്മയുടെ കെട്ടിയുടെ പണ്ടങ്ങൾ പണയം വെച്ചിട്ടാ ഞാൻ നിനക്ക് പൈസ. ഈ സിനിമയിൽ മോഹൻലാൽ ഏട്ടനായാണ് അഭിനയിക്കുന്നത്. ലാലേട്ടൻ മോഹൻലാൽ അഭിനയിച്ച ഈ സിനിമയിൽ ഏട്ടൻ ഒരു ആക്ടറാണ്. അപ്പൊ ഇന്ദ്രജിത്തിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ ലാലേട്ടൻ വരികയാണ്. കട ഉദ്ഘാടനം ചെയ്തിട്ട് ലാലേട്ടൻ ഒരു കഥ പറയും. നെടുനീളനെ അവിടെ കൂടി നിന്നവരുടായി ഒരു കഥ പറയും. ആ കഥ 2.5 മണിക്കൂർ നീളമുണ്ട്. പാട്ടും പാരഡിയും ഉൾപ്പെടെ ലാലേട്ടൻ പറയുന്ന ഈ കഥയാണ് ഈ സിനിമ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധന. അങ്ങ് കേരളത്തിലെ പേരുകേട്ട നമ്പൂതിരി പാചകക്കാരനാണ് നമ്മുടെ നെടുമുടി വേണു സാർ. അദ്ദേഹത്തിന്റെ പാചക വിദ്യ അങ്ങ് വാനോളം പ്രശസ്തമാണ്. ഒരു ദേഹണ്ണക്കാരനിലുപരി അദ്ദേഹം ഒരു ശുദ്ധ ബ്രാഹ്മണനാണ്. അങ്ങനെ ഒരു കല്യാണത്തിന്റെ പാചകപ്പുരയിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം. ഇല വെക്കുന്ന നേരത്ത് കണ്ടാ മതി. മനസ്സിലായില്ലെന്നുണ്ടോ? ഇവിടെ കിടന്ന് കറങ്ങാതെ ചോറണ നേരം വന്നാ മതിയെന്ന് നല്ല ഡീസൻസി കീപ്പ് ചെയ്ത് ഊക്കി വിട്ട്. വരണ്ടേ? ഉള്ളത് പറഞ്ഞ വരന്റെ ആൾക്കാരല്ല, വധുവിന്റെ ആൾക്കാരും അല്ല. ശരിക്കും കല്യാണം കൂടാനെന്ന വ്യാജേന സദ്യ ഉണ്ണാൻ വന്നവരാ. വിളിക്കാത്ത കല്യാണത്തിന് ചോറണാൻ പോണത് ട്രെൻഡായിരുന്ന കാലഘട്ടത്തിലെ അപൂപനാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുസ്ലിം കല്യാണത്തിന് ഇതുപോലെ ബിരിയാണി തിന്നാൻ പോകുമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. അങ്ങനെ കുശലമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെടുമുടി വേണു അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ്. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന്, പെട്ടെന്ന് ചെല്ലാം. അവിടെ ചെന്നപ്പോ ആരാ നിക്കണേ? ദേവ്ജിയും ഏട്ടനും കൂടി അങ്ങനെ നമ്മുടെ ദേഹണ്ണക്കാരനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇത്രയും ബിസിയുള്ള ആൾക്കാർ വിത്തൗട്ട് എ പർപ്പസ് ഒരിക്കലും ഇദ്ദേഹത്തെ കാണാൻ പറ്റില്ലല്ലോ. എന്തിനി ചെയ്യണ്ടു ഞാൻ? ശരിക്കും നെടുമുടി വേണുവിനെ മിമിക്രിക്കാർ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഞാൻ കരുതിയത്. പുള്ളിക്ക് ഇങ്ങനെ ഒരു ടോൺ ഉണ്ടല്ലേ. അപ്പോ നമ്മുടെ ദേവ്ജിയായ PK മേനോന് തന്റെ മകളുടെ കല്യാണം നടത്തണം. അതിനൊരു പ്രഗത്ഭനായ പാചകക്കാരൻ തന്നെ വേണം. അതിന് ദോഹയിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേവ്ജിയും ഏട്ടനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 3 ദിവസത്തേക്ക് അവിടെ വരെ പോയി ഒരു സദ്യ അങ്ങ് വെച്ചു കൊടുത്തിട്ട് ഓടി ഇങ്ങ് വരാന്ന് പറയും. സംഭവം അദ്ദേഹത്തിന് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല. വിറക് അതിൽ തന്നെ വേവണമല്ല. ഈ തെങ്ങ് റബ്ബറും ഒന്നും പറ്റില്ല. നല്ല പുളിമ്പറക് തന്നെ വേണം. പിന്നെ വെള്ളം ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല. ശുദ്ധമായ കിണറ്റിൽ നീര്. ഗ്യാസ് ഉപയോഗിക്കില്ല, വിറകടുപ്പ് ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെ കുറെ കിളവന്മാർ ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ തനിമമായ രുചി കിട്ടണമെങ്കിൽ വിറകടുപ്പിൽ വേവിക്കണം. കാലം പോയതറിയാത്ത കുറെ കിഴവന്മാര്. വിറക് കത്തുമ്പോ കാർബൺ കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന് ഇവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? പിന്നെ വെള്ളം തൊട്ട അയൽപക്കത്ത് സൗദി അറേബ്യ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന നല്ല ശുദ്ധമായ സംസം വെള്ളം ഒഴുകുന്ന കിണറുണ്ട് അവിടെ. ആ വെള്ളം കൊണ്ടുത്തരാന്ന് അവന്മാരും. അത് കേട്ടതും കാര്യങ്ങളൊക്കെ ശുഭമായി നടക്കട്ടെ എന്ന്. അപ്പൊ അവിടേക്ക് നമ്മുടെ ഇന്ദ്രജിത്ത് വരികയാണ്. പുള്ളി നമ്മുടെ നെടുമുടി വേണുവിന്റെ മകനാണ്. അച്ഛന്റെ കൂടെ ദോഹ വരണം. പടത്തിന്റെ പേര് രസം എന്നാണെങ്കിലും എനിക്ക് ഇതിന്റെ പറ്റിയ പേര് സാമ്പാറായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് പച്ചക്കറികൾ ഉള്ളതുപോലെ അങ്ങൊന്നും എങ്ങൊന്നും ഒക്കെ കുറെ കഥാപാത്രങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ താത്ത വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ദോഹയിൽ പോണെന്ന് അറിഞ്ഞത് മയൽവക്കിയായ ഈ താത്ത അവിടെ വന്ന് പറയും, എന്റെ മകനെ 9 വർഷമായി കാണാനില്ല, അദ്ദേഹത്തെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടുപിടിച്ചു തരണം. പണ്ടത്തെ ഒരു പ്രവാസ സിനിമയാണെങ്കിൽ അതിലൊരു 10 പേര് നിർബന്ധമാണ്. പോട്ടെ, അതൊക്കെ ആ കാലഘട്ടത്തിന്റെ ഓരോ കാര്യങ്ങളല്ലേ. ആവശ്യമില്ലാതെ നമ്മൾ എന്തിനാ അതിനൊക്കെ വിമർശിക്കണം. ഇപ്പോഴും അവിടെ എത്രയോ പ്രവാസികൾ കുടുങ്ങി കിടപ്പുണ്ട്. നല്ല ശമ്പളമില്ലാത്ത പ്രവാസം കഷ്ടപ്പെടാണ് സുഹൃത്തുക്കളെ. അത് അനുഭവിച്ചവർക്കേ അറിയാവൂ. അങ്ങനെ
അങ്ങനെ ആദ്യം ദോഹയിലേക്ക് നമ്മുടെ നന്ദു ഇന്ദ്രജിത്തും എത്തുകയാണ്. ബാക്കിയുള്ളൊരു വണ്ടി പിടിച്ച് പിന്നെ വരാന്ന്. അവിടെ ചെന്ന് ഇറങ്ങിയതും കോമഡിക്ക് വേണ്ടി നന്ദുവിന് പെടുക്കാൻ മുട്ടും. 2.5 മണിക്കൂർ പൊറോട്ടോ, ഇതെന്ത് നാടാ? ഞാൻ തിരുവേനെടുത്ത് അപ്പോഴേ പറഞ്ഞു. എന്തോ കാണിക്കുന്നേ? ഞാൻ വെളിയിറങ്ങി ഒഴിക്കട്ടെ. വെളിയിറങ്ങി ഒഴിച്ച പിടിച്ച് അകത്തിടാം. നാടല്ല, ഇങ്ങോട്ട് വന്നേ. വീട്ടിനകത്ത് മൂത്രപ്പുരണ്ടോ ചോദിക്കും. ഒരു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രം ഒഴിക്കണം എന്ന് പറയുന്നത് എങ്ങനെ? അതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഗൾഫ് രാജ്യത്തിൽ വന്ന് തലക്കുറ തൂക്കി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയല്ലോ. അങ്ങനെ അവർ ദേവ്ജിയുടെ അടുത്ത് എത്തുകയാണ്. ദേവ്ജിയുടെ മോളുടെ കല്യാണമാണല്ലോ. രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഉടനെ അവർ നേരെ ദേവ്ജിയുടെ വീട്ടിലങ്ങ് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ മോളും ഭാര്യയും കൂടെ 6 മണിക്ക് കഴിച്ച് ഷോപ്പിങ്ങിന് പോയെന്ന്. പിന്നെ ഇതാണ് ദേവ്ജിയുടെ മോളെ കെട്ടാൻ പോണ പയ്യൻ കേട്ടോ. ഈ കഥാപാത്രം 2015 അതിന്റെ ചിന്താഗതി ഒരു 10 വർഷം മുന്നോട്ടായിരുന്നു. പുള്ളിക്ക് കല്യാണത്തിനോടൊന്നും വിശ്വാസമില്ലെന്ന്. ലിവിംഗ് ടുഗദർ ഒക്കെയാണ് താല്പര്യം. ഒഫീഷ്യലി ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നില്ലെങ്കിൽ പുള്ളിക്കാരം ഈ സ്ത്രീയുമായി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്. അത് മറച്ചു വെച്ചാണ് ഇവൻ ദേവ്ജിയുടെ മോളെ കല്യാണം കഴിക്കാൻ പോണത്. അത് ചതിയാത്ത ആധുനിക മനുഷ്യന്മാർക്ക് ചേർന്ന പണിയല്ല. ദേവ്ജി ഉണ്ടല്ലോ, ദേവ്ജി ശരിക്കും ഈ കല്യാണം ഇങ്ങനെയൊന്നും നടത്താനിരുന്ന ആളൊന്നും അല്ല. കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്ന് പലരും പറയുന്നത് പോലെ ഞാൻ പറയില്ല. അത് നമുക്കറിയാം ദേവ്ജി. ദേവ്ജി എന്തെങ്കിലും പറയാൻ വന്നാൽ അതിപ്പോ പറയില്ല, പിന്നെ പറയുള്ളൂ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. ദോഹയിൽ ഒരു മിനി കേരളം, കഥകളിയും പഞ്ചവാദ്യവും, ഒത്താലൊരു ആനയും. ആനനെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുവരുന്നൊക്കെ വലിയ പാടല്ലേ? അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് നടത്തി കൊണ്ടുവരണം. ഇതിപ്പോ ഇന്ത്യയിൽ നിന്ന് പോസിബിൾ അല്ല. ആനയ്ക്കും പോലെ 2 ഒട്ടകത്തിന് നെറ്റിപ്പൊട്ടോട്ട് വെച്ചാൽ പോരെ ദേവ്ജി. ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് തന്നെ ബോറടിക്കണം. ഇവിടെ ഈ പടം ഭയങ്കര ഫ്ലാറ്റ് ആണ്, ഇതിനകത്തൊന്നുമില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ റോസ്റ്റ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരന്തരമായി എന്റെ സബ്സ്ക്രൈബറിൽ ഒരാൾ ഈ പടം എനിക്ക് മൾട്ടിപ്പിൾ ടൈം സജസ്റ്റ് ചെയ്തു. അത് എന്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തു. എന്റെ മനസ്സാക്ഷി ഈ പടം കാണാതിരിക്കാൻ അനുവദിച്ചില്ല. അതിനാൽ തന്നെ എന്റെ സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ വരാമേ, പെട്ടെന്ന് തീർക്കാം. ഒരു സമാധാനത്തിന് വേണ്ടിയൊക്കെയല്ലേ നമ്മളൊരു സിനിമ കാണണം. എനിക്ക് ഈ പടം കണ്ടപ്പോ ആകെ സമാധാനം തോന്നിയത് ആ പിടിച്ചു വെച്ചിരുന്ന മൂത്രം നന്ദു ഒന്ന് ഒഴിച്ചളഞ്ഞപ്പോഴാണ്. പിന്നെ അവനെ കണ്ട അവന് മൊത്തം ഗേൾ ഫ്രണ്ട്സ് തന്നെ. ഇവിടെ സൈഡിൽ ഒരുത്തൻ കശവും പൊക്കി നിൽക്കണം. എന്റെ കാലും കൂടെ നിക്കറിന്റെ ഒരു കാലിനകത്തൂടെ ഇറക്കിയിട്ട് കേസ്. അങ്ങനെ കഥ മുന്നോട്ട് പോകവേ നാട്ടിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചില്ല. അത് നമ്മുടെ ജഗദീഷാണ്. പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് പറ്റി 9 വർഷമായിട്ട് ഇവിടെ പെട്ടിരിക്കുകയാണ്. പിന്നെ അറിയാലോ കുറെ സെന്റ് ഡയലോഗ്. എന്റെ ഉമ്മ എന്നെ കാത്തിരിക്കുകയാണ്. ഗൾഫിൽ പോയി കൊട്ടക്കണക്കിന് പണവുമായി വരുന്ന അറബി കഥയിലെ സുൽത്താനെ പോലെ ഞാൻ എത്തുമെന്ന് പ്രതീക്ഷ എന്റെ ഉമ്മ നാട്ടിലിരിക്കുകയാണ്. എന്നെ ഓർത്ത് ഇയാളെ വിളിച്ചോണ്ട് പോയിട്ട് അവരൊരു ജോലി വാങ്ങിച്ചു കൊടുക്കും. പുള്ളി സെറ്റ് ആവാതെ ഞാൻ പകുതിയിൽ നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങിയാലെന്നൊരു ആലോചിച്ചു പോയി. ആരാ ഇത്? ബാദുഷേ അല്ലല്ലേ? അടി എന്താ ചോക്ക് വെച്ച് വരച്ചു വെച്ചേക്കണം. അങ്ങനെ ഇരിക്കും ഒരു 10-15 പേരുമായിട്ട് നമ്മുടെ ദേഹണ്ണക്കാരൻ ഇങ്ങ് എത്തുകയാണ് ദോഹയില്. എത്ര നല്ല മനുഷ്യൻ, കക്ഷത്തിനിടയിലാണ് മനസ്സ്. ഇത്രയും ദൂരം ഈ വയസ്സങ്കാലത്തിൽ ട്രാവൽ ചെയ്തൊന്ന് പാചകം ചെയ്യാൻ എത്തിയില്ല. പിന്നെ ഒരു ദേഹണ്ണക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ തോളത്തൊരു തോർത്തത് മുഖ്യ. അന്നത്തെ കാലത്ത് ഇതൊക്കെ സ്റ്റൈലായിരുന്നു. വേറെ കാര്യം. അങ്ങനെ ഉഷ്ണ എന്താ ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞു പാചകപ്പുരിയിലോട്ട് പോകുന്നത് അദ്ദേഹത്തെ തടഞ്ഞു പറയാൻ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട മറ്റൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് നേരെ പാചകപ്പുരിയിലോട്ട് പോകാം. അങ്ങനെ തറവാടിന്റെ ഐശ്വര്യമാണ് ഈ കിടക്കണെന്നും പറഞ്ഞ് ഈ അപ്പൂപ്പന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വീണു. പക്ഷെ അങ്ങേർക്ക് ചാക്കാലം എടുക്കുന്നതിന് മുന്നേ ലോക പാചക വിദഗ്ധനായ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ചോറ് ഒരു പിടി വാരി തിന്ന് ചാകണം. ആ ആഗ്രഹ സാധൂകരണത്തിന് വേണ്ടിയാണ് അങ്ങ് കേരളത്തിന് ഇദ്ദേഹത്തെ ദോഹയിൽ കൊണ്ടുവന്ന് അരി വെള്ളത്തിൽ ഇടിയിപ്പിക്കണം. കാലിൽ തൊട്ട് തൊഴുതോളൂ. അവൻ തൊട്ടതത്ര പിടിച്ചില്ല അവന്മാർ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബാറിൽ ഇരുന്ന് 2 എണ്ണം അടിക്കുന്ന നമ്മുടെ കൂട്ടുകാരനും ഇന്ദ്രജിത്ത് നമ്മുടെ കല്യാണ ചെറുക്കൻ വേറെ 2 പെണ്ണുങ്ങളുമായിട്ട് അവിടെ വന്നിരുന്ന് ലഹരിക്കുന്നത് കാണും. ഇവനൊരു ആഭാസനാണെന്ന് നമ്മുടെ കൂട്ടുകാരൻ അപ്പൊ തന്നെ മനസ്സിലാകും. ഓൾറെഡി ഒരുത്തിയുമായി ബന്ധമുണ്ടെന്നും മകളിലെ ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പ് പണക്കാരന്റെ മകനാണെന്നും അദ്ദേഹം പറയും. പക്ഷെ ആദ്യം ഇന്ദ്രജിത്തിന് വിശ്വാസമാവില്ല. ആളെ മാറിപ്പോയതാണെങ്കിലും. അപ്പൊ കൂട്ടുകാരൻ പറയും, എന്നെ പ്രസവെടുത്ത നെസിന്റെ മുഖം വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റ തവണ കണ്ടാൽ ഞാൻ ഒരുത്തനെയും മറക്കൂല, ഇത് അവൻ തന്നെ പറയും. 2 ബർഗറും ഒരു കൊക്കക്കോളയൊക്കെ മുണങ്ങി നൈസായിട്ട് ഇന്ദ്രജിത്ത് ഇത് നായികയോട് ചോദിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല. അവൾ ഇവനിൽ ബ്ലൈൻഡായി വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം വന്ന് കല്യാണ തലേന്ന് പാചകത്തിനായി തിരികൊളുത്തുകയാണ്. ആരുടെ അടുക്കളയിൽ കമ്പി പിടിച്ച് വലിക്കണം. അങ്ങനെ അടുപ്പ് കത്തിച്ച് 2 പപ്പടം അങ്ങ് കാച്ചാൻ തുടങ്ങിയതും നിലവിളക്കും കൊലവിളിയും ഒരുമിച്ച് നടക്കും. നമ്മുടെ ആശാൻ ഒരു നെഞ്ചുവേദന. But thank God the doctor in the house. പുള്ളി മൂലത്തിൽ ഒരു കുത്തിയപ്പും കൊടുത്ത് ഇച്ചിരി എനിമയും കയറ്റി അവിടെയും കിടത്തും. There is a problem guys. ഇനി ആര് പാചകം ചെയ്യും? ഇനി ആര് മേൽനോട്ടം വഹിക്കും? ഇനി എന്താന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ഇന്ദ്രജിത്ത് നേരെ നടന്നുപോയി ഷർട്ട് വിട്ട് പഴംപൊരി പോലെ ഒരു തോർത്തു എടുത്ത് തോളിയിട്ട് ഒരു കുറി അടിച്ച് പോകുന്നൂലും കേട്ടില്ലത്തെ കുട്ടയെ തൊട്ടപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് ഈസ്റ്റന്റെ സാമ്പാറും മസാല വാങ്ങിച്ചോണ്ട് വന്ന് ആരും അറിയാതെ കറിയിലിട്ട് ഇളക്കി നല്ലൊരു ഉഗ്രം സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ദേഹാന്തനായി കോമയിൽ കിടന്ന ദേഹണ്ണക്കാരന്റെ അടുത്തിട്ട് ചെല്ലും. സാമ്പാറിന്റെ മണം കിട്ടിയതും പട്ടി എല്ല് മണക്കണ പോലെ കോമയിൽ കിടന്ന ദേഹണ്ണക്കാരൻ മണത്ത് ചാടി എണീക്കും. പെർഫെക്റ്റ് കളർ അമ്മ.
പെർഫെക്റ്റ് ആയിട്ടുണ്ട് മോളെ. കാരണം അമ്മ എനിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് പാർട്ട്ണറെ അല്ലേ തന്നത്. ഈസ്റ്റേൺ സാമ്പാർ 40 വർഷമായി കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാമ്പാർ. ഈസ്റ്റേൺ, കേരളത്തിലെ #1 സാമ്പാർ. എന്താ മണം? എന്നോട് ആരും പറഞ്ഞില്ല. ആരാ വെളിച്ചെണ്ണയില് കടുപൊട്ടിക്കണേ? ഭാഗ്യം ഈസ്റ്റേൺ മസാല പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് ഇനി അച്ഛൻ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ഏറ്റെടുത്തോളം എന്നും പറഞ്ഞ് ഇന്ദ്രിയത്ത് അവിടെ പോയി പാട്ടുപോലെ ഡാൻസ് കളിക്കും. రోజు జిమ్ముకెళితే కళ్ళు చూసుకోవడం తప్ప ఇంకేం చేత నీకేం రా ఎన్న చెప్తావు. ఒక గంట పోయితే పని చేస్తే తెలుస్తుంది. కబుర్లా పని చూడరా. నలుగురు కలిసి మోస్తుంటే അങ്ങനെ അവിടെ എല്ലാം ശുഭമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ വേറൊരു സെറ്റിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒന്ന് കയറും. എന്നാൽ ഇല്ലാത്ത സീൻ രണ്ടെണ്ണം എഴുതി കയറ്റാന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും. അവർ 2 സീനും കൂടി എഴുതി കയറ്റി മോഹൻലാലിനെ ഇതിലത് കയറ്റും. ശരിക്കും ഏട്ടൻ ഇതിലൊരു ഗസ്റ്റ് റോളാണ് കേട്ടോ. സിനിമയിൽ മോഹൻലാലായിട്ട് അഭിനയിക്കേണ്ടി വന്ന ഒരു നടൻ മോഹൻലാൽ മാത്രമായിരിക്കും. അവിടെ വെച്ച് നവവരനെ പറ്റി താൻ അറിഞ്ഞ സത്യങ്ങളൊക്കെ ലാലേട്ടനോട് പറയുകയാണ്. പയ്യനൊരു ആഭാസനാണെന്നും അവന് വേറൊരു പെണ്ടാട്ടിയും കൊച്ചും വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞോളാം. മീൻവേൽ കല്യാണപ്പെണ്ണ് അവിടെ ഒരു സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് തിരുവാതിര കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഐശ്വര്യ അപ്പൊ LDF ഇതിന് ഇൻസ്പയർ ആയാണ് ആ പണ്ട് തിരുവാതിരകളി നടത്തിയത്. അങ്ങനെ ഏട്ടൻ എന്ത് ചെയ്യും? ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ആ പെണ്ണിനെ തപ്പിപ്പിടിച്ച് അവളെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഷീസ് ക്യാരിയിങ് ഹിസ് കൊച്ച് ആൻഡ് ഹീസ് ഗോണ കം ഔട്ട് സൂൺ. ദിസ് അബ്സല്യൂട്ട്ലി ഷോക്ക്ഡ് ഏട്ടൻസ് മൈൻഡ് ആൻഡ് then he went straight to the കല്യാണ ചെറുക്കന് and show this picture. Asked him, is this truth or dare? But well guys, you know what happened? Of course he refused. Then ഏട്ടൻ got furious and changed his mode. Yes, absolutely ഉസ്താദ്. അങ്ങ് പാലയിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ നല്ല ഫങ് എന്ന വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയാവുന്ന ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് സക്കീർ. നല്ല കള്ളരിക്കുന്ന മീശയും നല്ല പിണ്ടിക്കുരിശുമാലയും സാധാ ചാർമിനാറിട്ട് വാട്ടിയ നാടൻ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാരാ ചായന്മാര്. നല്ല അപ്പന് പറഞ്ഞ വെടിക്കാര് കാട്ടി കയറി വെടിവെച്ചിട്ടില്ല നീ. ഇത്രയുമാണ് ഈ സിനിമയുടെ കഥ. അവനെ പൊക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കിക്കും ഏട്ടൻ. എന്നിട്ട് അതേ മുഹൂർത്തത്തിൽ മറ്റൊരു വരനെ ഏട്ടൻ തന്നെ കണ്ടെത്തും. അതെ, നിങ്ങളുടെ ആ തൊലിഞ്ഞ ബുദ്ധിയിൽ തോന്നിയ ഏട്ടൻ കണ്ടുപിടിച്ച ആൾ അദ്ദേഹം തന്നെയാണ്, മിസ്റ്റർ ഇന്ദ്രജിത്ത് സുകുമാരൻ. പ്രതീക്ഷിച്ചില്ലല്ലേ നിങ്ങളോട്ട്? ഇതൊരു അപ്രതീക്ഷിത സിനിമയാണ്. ഇറ്റ്സ് എ ബ്രില്യന്റ് മൂവി, യുനോ. പിന്നെന്തോണം, പിന്നൊന്നുമില്ല, പടം തീർന്നു. പിന്നെ ഒടുവിൽ ഏട്ടൻ വന്ന കാര്യമൊക്കെ നടത്തും. ഏട്ടനും കൂട്ടരും കൂടിയിരുന്ന ഒരു അറബിയും വിളിച്ച് ഇലയിട്ടൊരു സദ്യ അവർ കഴിക്കും. ഖത്തറിൽ പോയി ഊണ് കഴിക്കാൻ അവരൊരു സിനിമ എടുത്ത് വെച്ചേക്കും. ചിലർക്കൊക്കെ പൈസ ചുമ്മാ കിടക്കാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് എന്നോട് നീരസമൊന്നും തോന്നരുത് കേട്ടോ. ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ കാരണം നിങ്ങൾ മനസ്സിലായില്ലേ. എന്റെ ആ പ്രിയ സബ്സ്ക്രൈബർ സുഹൃത്ത് കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും തോന്നി എന്താണ് ഈ സിനിമയിൽ ഉള്ളത്? ഇതൊരു അപരാധമാണെന്നൊന്നും ഞാൻ പറയൂല. അപരാധമാണെന്ന് പറയണമെങ്കിലും അതിനൊരു അഭിമാനം വേണം. ഇത് ഏട്ടന്റെ ഏതോ കൂട്ടുകാരന് വേണ്ടി ചെയ്ത സിനിമയാണ്. പുള്ളിയെ വന്ന് പറഞ്ഞാണ് ഏട്ടൻ ഒരു നല്ല കഥയുണ്ട്, ഏട്ടന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആസ്വദിച്ച് ഊണ് തിന്നണ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഏട്ടൻ പറഞ്ഞു, അത് കൊള്ളാല്ലേ മോനെ, അത് വെറൈറ്റി ആണല്ലോ മോനെ, എന്നാ നമുക്ക് പടം ചെയ്യാൻ മോനെ. അങ്ങനെ കണ്ട കമ്മിറ്റ് ചെയ്ത പടമാണെന്ന് തോന്നുന്നത്. എന്തായാലും ശരി ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? ഈ പടം കാണാതിരുന്നിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ വരും, നമുക്ക് എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോയിൽ ഇനിയും കാണാം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.